അത് നിനക്ക് രാഷ്ട്രീയം പറയാനുള്ള സ്ഥലമല്ല, തമാശ പറയാനുള്ള സ്ഥലമല്ല, നിനക്ക് അവിടെ ഇരുന്നു കൊണ്ട് മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നാനുള്ള സ്ഥലമല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അഖില വലാ ശരിബ സുർബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സദിരി. ഇനി മുതൽ പള്ളിക്കാട്ടിലേക്ക് കബറടക്കാൻ പോകുമ്പോ നീ ചിന്തിക്കേണ്ടതെന്തെന്നറിയുവോ? മോനെ, കബറിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചെങ്ങാട് നീ അറിഞ്ഞിരുന്നുണ്ടെങ്കിലോ, അതിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ അറിഞ്ഞിരുന്നെങ്കിലോ, നീ ഭക്ഷണം കഴിക്കൂലടാ പൊന്നുപോറ്, നീ വെള്ളം കുടിക്കൂല വാപ്പാ, നെഞ്ചത്തടിച്ച് പൊട്ടിക്കരഞ്ഞിട്ടല്ലോ നിനക്കതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അതുകൊണ്ടാണ് എല്ലാവരും കരഞ്ഞത്. ഉസ്മാൻ തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് നരകം പറഞ്ഞപ്പെടല്ല, പരലോകം പറഞ്ഞപ്പെടല്ല, മരണം പറഞ്ഞപ്പെടല്ല, സിറാത്ത് പറഞ്ഞപ്പെടല്ല, മീസാൻ പറഞ്ഞപ്പെടല്ല. അല്ലാഹുവേ, കബറെന്ന് പറഞ്ഞാൽ തന്റെ താടിരോമം നനയുന്ന രീതിയിൽ കരയുമായിരുന്നു. കബറെന്ന് പറഞ്ഞാ പിന്നെ കരയുമായിരുന്നു. അതുകൊണ്ടാണ് തടവ് ഉസ്താദ് പറഞ്ഞത്, കബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരമോ മളമാ സുബ്ഹാനാ റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാല് ഖബറ് കണ്ടാ കരയട്, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാ കൈകാല് വിറയ്ക്കും പെങ്ങള്, ഖബറെന്ന് കേട്ടാ കരയണം പെണ്ണ്. എന്റെ പ്രിയമുള്ളവരെ, ഖബറിന്റെ ഭാഗത്ത് നിന്ന് ചിരിച്ച നാളെ പരലോകത്ത് വരുമ്പോ നിന്റെ തല പട്ടികയുടെ തല പോലെ ഇരിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഖബറ് പറയുന്നതെന്നറിയുവോ? എന്റെ ദുനിയാവിന്റെ മുകളിലൂടെ, എന്റെ നെഞ്ചിന്റെ മുകളിലൂടെ കള്ളു കുടിച്ചിട്ട് നടന്നില്ലേടാ, വ്യഭിചരിച്ചിട്ട് നടന്നില്ലേ, ശരീരം മറയ്ക്കാതെ നടന്നില്ലേ, മറന്നുകൊണ്ട് നടന്നില്ലേ? എടാ, ഈ പള്ളിക്കകത്ത് ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവന്ന് കബറടക്കിയിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ, നിന്നെ പോലെ നടന്ന ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവന്ന് മണ്ണിലിറക്കി വെച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഈ പള്ളിക്കകത്ത് ബാങ്ക് വിളിച്ച് നിസ്കരിക്കാ തുടങ്ങുമ്പോ നീ നടന്നു പോയവനല്ലേടോ, വാടാ, നിന്നെ കാത്തിരിക്കുകയായിരുന്നടോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഖബറ് നിന്നോട് പറയുമ്പോള് നീ അല്ലാഹുവിനെ മറന്ന് നടന്നവളല്ലേ, നീ ശരീരം മറക്കാതെ നടന്നവളല്ലേ, നീ മോശമായ ജീവിതം നയിച്ചവളല്ലേ. പൊന്നുമോളെ, കാണിച്ചു തരാമടി എന്റെ സ്വഭാവം എന്താണെന്ന് നിനക്ക് കാണണ്ടേ. വാവാ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറ് നിന്നെ വിളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പ്രവാചകനവിടെന്ന് പറയുന്നു, സഹാബാ, മോശമായ മനുഷ്യന്റെ ആത്മാവുണ്ടല്ലോ, മോശമായ മനുഷ്യന്റെ ആത്മാവുണ്ടല്ലോ, കരഞ്ഞു വിളിക്കുന്നു, മോനെ, ഉപ്പാന്റെ പൊന്നുമോനെ, കൊണ്ടുപോകല്ലേടാ, ആ കുഴിയിൽ കൊണ്ടെന്നെ കുഴിച്ചിടല്ലേ.
പള്ളിക്കാട്ടിലേക്ക് വാപ്പയുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന മക്കളോട്, കൂടപ്പിറപ്പിനോട്, കൂട്ടുകാരോട്, കുടുംബക്കാരോട് ആ മയ്യത്ത് വിളിച്ചു പറയുന്നു, എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ അതിനകത്ത് കൊണ്ട് കുഴിച്ചിടല്ലേ, എന്നെ ഒറ്റപ്പെടുത്തല്ലേ, എന്നെ കൈവിടല്ലേ എന്ന് വിളിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് മയ്യത്ത് പറയുന്ന ആ രംഗം കാണുമ്പോഴാണ് മൃഗങ്ങള് ചാടുന്നത് വാപ്പാ, മൃഗങ്ങള് ഓടുന്നത് ചെറുപ്പക്കാരാ. മനുഷ്യനും ജിന്നുമല്ലാതെ ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ആ വിളിച്ചു പറയുന്നത് കേൾക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ നാളെ നടക്കുന്ന രംഗമാ. നാളെയാണ് ആ ദിനം, നാളെയാണ് ആ ദിനം. പള്ളി